സുഗമോദേവി സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. DYSPക്കും ബെല്ലയ്ക്കും കെവിനും ഋഷിക്കും ഒക്കെ സംശയമുണ്ട്. ഇപ്പോഴും നന്ദൻ ചന്ദ്രോത്ത് വീട്ടിൽ തന്നെ ഒളിച്ചിരിക്കുമായിരിക്കും. ഇനി ഒരിക്കലും പോലീസ് സേനയുമായിട്ട് ചന്ദ്രോത്ത് എന്ന് അന്വേഷിക്കാനൊന്നും പറ്റില്ല. ഇനി എങ്ങനെ നന്ദനെ കണ്ടെത്തുമെന്നിങ്ങനെ ആലോചിച്ചിരിക്കുന്ന സമയത്ത് ബെല്ല തന്നെയാണ് പറയുന്നത്, അരുന്ധതി മേഡത്തെ പറഞ്ഞു വിട്ടാൽ മതി. നന്ദൻ അവിടെ ഒളിച്ചിരിപ്പുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കണ്ടെത്താനും അവിടെ പോയി സെർച്ച് ചെയ്യാനും അധികാരമുള്ള ഏക വ്യക്തി അരുന്ധതിയാണ്. മകനെ അന്വേഷിക്കുന്ന രൂപത്തിൽ ഒരു തവണ ബെഡ്റൂമിൽ വരെ ചെന്ന് കയറിയിട്ടുണ്ടായതുകൊണ്ട് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. അങ്ങനെ അരുന്ധതി വന്ന് പ്രഭാവതിയോട് ഒരുപാട് പുകില് നടത്തുന്നുണ്ട്. മകൻ മരിച്ചതിൻ്റെ വിഷമമൊന്നുമല്ല, നന്ദൻ ഒളിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ നന്ദനെ കാണാനില്ല എന്നുള്ള വിഷമമാണ് അരുന്ധതി അലട്ടുന്നത്. അപ്പോൾ പ്രഭാവതിക്കാണെങ്കിൽ മകനെ കാണാനില്ലാത്ത ആ വിഷമത്തിൽ ആകെ ദേഷ്യം പിടിച്ചിരിക്കുന്ന സമയത്താണ് അരുന്ധതി വന്നിങ്ങനെ പ്രശ്നം ഉണ്ടാക്കുന്നത്. അപ്പോൾ അരുന്ധതിയോട് പ്രഭ പറയുന്നുണ്ട്, നിൻ്റെ ആൾക്കാർ തന്നെയായിരിക്കും എൻ്റെ മോനെ തട്ടിക്കൊണ്ടുപോയെന്ന് എനിക്ക് നല്ല സംശയമുണ്ട്. എന്നിട്ട് ഒന്നും അറിയാത്ത രൂപത്തിൽ ഇവിടെ വന്ന് നാടകം കളിച്ചാൽ എനിക്ക് സംശയം തോന്നത്തില്ലെന്ന് തോന്നുന്നു എന്ന് പറയുമ്പം അരുന്ധതിക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ സംശയം തോന്നുന്നുണ്ട്. അങ്ങനെ മകൻ ഇവിടെ ഒളിച്ചിരിപ്പുണ്ടെന്നുണ്ടെങ്കിൽ പ്രഭാവതി ഇത്രയും ചൂടാവേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. അതേസമയം ദേവികയാണെങ്കിൽ ചന്ദ്രോത്ത് വീട്ടിലേക്ക് വരുന്നുണ്ട്. അപ്പം ദേവികയെ കണ്ട് മുമ്പൊരിക്കൽ തന്നെ നന്ദൻ മുകളിലുണ്ട്, അരുന്ധതി ആൻറ്റി പോയി കണ്ടോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് മേഡത്തിനെ പൊക്കോളാൻ അനുവദിച്ചത് ദേവിക തന്നെയാണ്. അപ്പം ദേവികയോട് ചെന്ന് അരുന്ധതി ചോദിക്കുന്നുണ്ട്, ശരിക്കും നന്ദൻ എന്തി ഇവിടെ തന്നെ ഉണ്ടോ അതോ പ്രഭാവതി നന്ദനെ ഇങ്ങോട്ടേക്കാണ് മാറ്റിയത് എന്ന് പറയുമ്പോൾ ദേവിക പറയുന്നു, എന്തെങ്കിലും സൂചന കിട്ടിയിരുന്നെങ്കിൽ പോലീസ് കേസ് കൊടുക്കുമായിരുന്നു. രഹസ്യമായിട്ട് അവർ അന്വേഷിക്കുന്നുണ്ട്, ഇതുവരെ ഒരു തുമ്പ് കിട്ടിയിട്ടില്ല. മേഡം വിഷമിക്കേണ്ട, എനിക്കറിയാം മേഡത്തിൻ്റെ വിഷമം എന്താണെന്ന്. ഋഷി അപായപ്പെടുത്തിയ കൊലപാതകി രക്ഷപ്പെടുമെന്നുള്ള പേടിയല്ലേ. MLA എന്ന നിലയ്ക്കും നന്ദൻ്റെ ഭാര്യ എന്ന നിലയ്ക്ക് ഞാൻ ആൻറ്റിക്ക് വാക്ക് തരുന്നുണ്ട്, നന്ദൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അതിനുള്ള അർഹമായ ശിക്ഷ ഞങ്ങൾ മേടിച്ചു കൊടുത്തേക്കും. ഞങ്ങൾ അറിഞ്ഞുകൊണ്ട് എന്തായാലും നന്ദനെ ശിക്ഷയിൽ നിന്നും രക്ഷപ്പെടുത്താനായിട്ട് ഒളിച്ചു താമസിപ്പിക്കത്തൊന്നുമില്ല എന്ന് വാക്ക് കൊടുക്കുമ്പം പ്രഭാവതിക്കും അതുപോലെ അരുന്ധതിക്കും നല്ല ടെൻഷനാകുന്നു. കാരണം പ്രഭാവതിക്ക് ടെൻഷൻ തൻ്റെ മകൻ നിയമത്തിൻ്റെ മുമ്പിൽ കുറ്റവാളി എന്ന മുദ്ര ചാർത്തപ്പെട്ട് കഴിഞ്ഞാൽ ജീവിതകാലം മുഴുവൻ ഇനി ഇരുമ്പഴിക്കുള്ളിലാകുമോ എന്നുള്ള പേടി. അരുന്ധതിയുടെ പേടി അങ്ങനെ കേസും അന്വേഷണമൊക്കെ ആയി പോയി കഴിഞ്ഞാൽ ഋഷി മരിച്ചിട്ടില്ല എന്നുള്ള കാര്യം എല്ലാവരും തിരിച്ചറിയും. അതോടെ തൻ്റെ മകൻ ആൾമാറാട്ടത്തിനും വിശ്വാസവഞ്ചനയ്ക്കും അകത്താവൂ എന്നുള്ള പേടി. അപ്പം ദേവിയയ്ക്ക് അരുന്ധതിയുടെ മാറ്റം നന്നായിട്ട് മനസ്സിലാകുന്നു. മകൻ മരണപ്പെട്ട ഒരമ്മയുടെ സങ്കടമോ വേവലാതിയോ ഒന്നും അരുന്ധതിയുടെ മുഖത്തില്ല. മറിച്ച് നന്ദനെ കാണാനില്ല, എവിടെയെന്ന് കണ്ടുപിടിക്കാനാണ് വന്നിരിക്കുന്നത്. എന്നാൽ നന്ദനെ ഒന്ന് കാണാതായപ്പം തന്നെ പ്രഭാവതി ആൻറ്റിക്ക് സഹിക്കാൻ പറ്റാത്ത സങ്കടം, ആ വ്യത്യാസം എല്ലാവർക്കും മനസ്സിലാകുന്നുണ്ട്. അതിനിടയ്ക്ക് നമ്മുടെ ഹരിസാറാണെങ്കിൽ DYSP കാണാൻ നേരിട്ട് ഓഫീസിലേക്ക് ചെല്ലുന്നുണ്ട്. പോലീസ് സ്റ്റേഷനിൽ ചെന്ന് ഹരിസാറ് DYSPയോട് ചോദിക്കുന്നു, നന്ദനെ കാണാനില്ല എന്നൊരു പരാതി കിട്ടിയിട്ട് ഇതുവരെ ഒരു സൂചന പോലും കണ്ടെത്താനായില്ല എന്ന് കേട്ടു. എന്താ കേസന്വേഷണം എവിടെ വരായി? എന്തുകൊണ്ട് കേസിൽ ഗൗരവമായിട്ട് കാര്യങ്ങൾ നോക്കുന്നില്ല? MLAയുടെ ഭർത്താവിനെയാണ് കാണാതെ പോയത്, എന്തുകൊണ്ട് കേസിനൊരു ഗൗരവം കൊടുക്കുന്നില്ല എന്ന് പറയുമ്പോൾ DYSP പറയുന്നുണ്ട്, അന്വേഷിക്കുന്നുണ്ട്, ഇതുവരെ ഒരു സൂചനയും കിട്ടിയിട്ടില്ല. നന്ദൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ആണ്, അതുകൊണ്ട് ട്രാക്ക് ചെയ്യാൻ പറ്റുന്നില്ല. എനിക്ക് സംശയം ഇനി നന്ദൻ അറിഞ്ഞുകൊണ്ട് എവിടെയെങ്കിലും ഒളിച്ചിരിക്കുന്നതായിരിക്കുമോ എന്നാണ്. അപ്പോൾ ഹരിസാർ ചോദിക്കുന്നു, അങ്ങനെ ഒളിച്ചിരിക്കണമെങ്കിൽ അതിനെന്തെങ്കിലും കാരണം വേണ്ടേ? അതിനുള്ള കാരണം കണ്ടെത്തേണ്ട ചുമതല നിങ്ങൾക്കല്ലേ? തീർച്ചയായിട്ടും സാർ, ഞങ്ങൾ അതിനുള്ള റീസൺ എന്താണെന്ന് അധികം താമസിക്കാതെ കണ്ടെത്തിക്കൊള്ളാം എന്നൊക്കെ വാക്ക് കൊടുക്കുന്നു. അപ്പോൾ ഹരിസാറിൻ്റെ ചോദ്യത്തിലും സംശയത്തിലും ഒക്കെ ആകെ പതറി നിൽക്കുന്ന DYSPയെ കണ്ടിട്ട് ഹരിസാറിന് നല്ല ഡൗട്ട് തോന്നുന്നു. കാരണം എന്തൊക്കെ പറഞ്ഞാലും ഒരു ജഡ്ജിയാണ്, പല കാര്യങ്ങളും ഇതുപോലുള്ള പല സന്ദർഭങ്ങളും നേരിട്ട് അനുഭവിച്ചിട്ടുള്ള ഒരാളായതുകൊണ്ട് പല സംശയങ്ങളും മനസ്സിൽ തോന്നുന്നു. അതേസമയം ബെല്ലയാണെങ്കിൽ കെവിനെ കണ്ട് തൻ്റെ മനസ്സിലെ വേവലാതി പറയുന്നു, നന്ദൻ ഇനി എന്തെങ്കിലും ആപത്ത് സംഭവിച്ചു കാണുമോ എന്നാണ് എനിക്ക് പേടി. അവൻ്റെ ജീവൻ എന്തെങ്കിലും ആപത്ത് സംഭവിക്കുന്ന രൂപത്തിൽ ഭീഷണിയോ കാര്യങ്ങളോ ഉണ്ടോ? നമ്മളറിയാത്ത മറ്റേതെങ്കിലും ശത്രു നന്ദൻ ഉണ്ടായിരിക്കുമോ എന്നൊക്കെ ചോദിക്കുമ്പം നമ്മളറിയാത്ത ഏത് ശത്രുവാ? പിന്നെ ഈ നന്ദൻ എവിടെ പോയി? ദേവികയും പ്രഭാവതിയൊക്കെ അറിയുന്നതിന് മുമ്പ് അവൻ്റെ എല്ലാ രഹസ്യങ്ങളും നമ്മളോട് ഷെയർ ചെയ്തിട്ടുള്ളതല്ലേ? മാത്രമല്ല കട്ടയ്ക്ക് സപ്പോർട്ടായി നിന്ന നമ്മളോട് അവൻ എവിടെ നിന്നെങ്കിലും ഒന്ന് വിളിച്ചെങ്കിലും പറഞ്ഞൂടെ, ഞാനിവിടെ നിൽക്കുക, നിങ്ങളാരും എന്നെക്കുറിച്ച് ഓർത്ത് പേടിക്കണ്ട, ഞാനിവിടെയുള്ള കാര്യം വീട്ടുകാരെ അറിയിക്കേണ്ടെന്ന്. അങ്ങനല്ലേ വേണ്ടത്? ഇത് എല്ലാം കൂടി ആലോചിക്കുമ്പോഴേ എനിക്ക് സംശയം. നന്ദു എന്തായാലും നമ്മളിൽ നിന്നും ഒന്നും മറയ്ക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതുവരെ നമ്മൾ അവനെ ചതിക്കുവാണെന്നുള്ള കാര്യം അവന് തോന്നിയിട്ട് പോലുമില്ല. അതുകൊണ്ടാണ് എനിക്ക് ഡൗട്ട്. എന്നാൽ അതേസമയം ഗിരി
രജനിയും കൂട്ടി ചന്ദ്രോത്തേക്ക് വരുന്നുണ്ട്. അപ്പോഴത്തേക്കും അരുന്ധതിയാണെങ്കിൽ ഇറങ്ങിപ്പോയിരുന്നു. അപ്പം ദേവികയുള്ള വീട്ടിലേക്ക് വരുന്ന രജനിയാണെങ്കിൽ നന്ദനെ കാണാനില്ലാത്ത ദേഷ്യവും അമർഷവും എല്ലാം ദേവികയോട് തീർക്കുന്നു. നല്ല തക്ക മറുപടി കൊടുത്ത് രജനിയുടെ വായടപ്പിക്കുന്നുണ്ട്. ദേവികയും കാത്തിരിക്കാം.